ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നും ഒരു പ്രതീക്ഷിക്കാതെ ഒരു യാത്രയാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കൂടെ ഉണ്ട്. ആരൂട്ടനുണ്ട്, 2 വാവകളുണ്ട്. ഇനി നമ്മൾ പീലിക്കുട്ടിയെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് ചേട്ടൻ. നമ്മുടെ യാത്ര എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ കാണിക്കാവേ. അപ്പോൾ നമ്മുടെ യാത്രക്കിടയിൽ തന്നെ നമ്മളിവിടെ കോഴിയെ കൊണ്ട് കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാകും, നമ്മളിവിടെ കോഴി മുട്ടയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്, കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ 15 ദിവസം പ്രായമായത് 1 മാസം പ്രായമായ കുഞ്ഞുങ്ങളെ വരെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് കോഴികളെയോ അല്ലെങ്കിൽ കോഴിമുട്ടയൊക്കെ വേണമെന്നുള്ളവർ അതിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്താൽ മതിയേ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിലാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇരുന്ന സമയത്താണ് ഇങ്ങനൊരു കോൾ വന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്ളോഗ് എടുക്കണമെന്നോ വീഡിയോസൊക്കെ എടുത്ത് വെക്കണമെന്നോ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കാണ് ജസ്റ്റ് ഫസ്റ്റ് കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഡബ്ബിംഗ് സ്റ്റുഡിയോയിലോട്ടാണ്. ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൽ ഒരു കഥാപാത്രം ഒന്ന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ ആരൂട്ടിനും ഡബ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു അവസരം തന്ന എല്ലാവരോടും ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്. ആക്ട് ചെയ്യാനും ഡബ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷത്തോടെയാണ് ആ ഒരു സ്ഥലത്ത് പോയി നിന്നതും. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്തായാലും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡ് വെച്ച് കഴിക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുള്ളത് ഈ ഒരു ഇറാനി റെസ്റ്റോറൻറ്റിലോട്ടാണ്. മെയിൻ ഉദ്ദേശം മന്തി കഴിക്കുകയാണ്. മന്തി അങ്ങനെ കഴിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. എൻ്റെ ആരൂട്ടൻ അവിടുത്തെ മെനു കാർഡൊക്കെ നോക്കിയിട്ട് അവനെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊക്കെ ഉണ്ട്. അവനിങ്ങനെ ഓരോന്ന് വിളിച്ച് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അമ്മ ഇത് കൊള്ളാം, ഇത് വാങ്ങിക്കുക, അത് കൊള്ളാം, ഇത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് ഇറാനി റെസ്റ്റോറൻറ്റിൽ മന്തി കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ് മന്തി കഴിക്കുന്നത് അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ? അതെ, ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മന്തിയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. 2 കുട്ടിമണീസും നല്ല ഉറക്കമായതുകൊണ്ട് തന്നെ നമ്മളും വളരെ ഹാപ്പിയോടെയാണ് കഴിക്കാനിരുന്നത്. പക്ഷേ നമ്മുടെ മന്തി പ്ലേറ്റിലോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ആദൂട്ടൻ നന്നായിട്ട് കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആളെഴുന്നേറ്റ് ബഹളം വയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മോന് ഫീഡൊക്കെ ചെയ്തിട്ട് മോനെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ടിരുന്നത്. മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ടേസ്റ്റ് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. റെസ്റ്റോറൻറ്റിനകത്ത് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ലൈറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. കുട്ടിമണീസൊക്കെ എന്തായാലും നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലപ്പോഴും അല്ലേ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഹാപ്പി, ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ സീറ്റുമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുഞ്ഞിച്ചക്കനും കുഞ്ഞിപ്പെണ്ണൊക്കെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് ബഹളം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഒരു ബേക്കറിയിൽ കയറി നമ്മൾ കുറച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ട് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. വാനിലയും ചോക്ലേറ്റും ബട്ടർ സ്കോച്ച് സ്ട്രോബെറി ഈ ഐസ്ക്രീമൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഇത്തിരി സ്പെഷ്യലായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങളിതാ മധുരമൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം അങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണേ. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.